Balanagar Technical Institute, Private ITI, Mookkannoor, Angamaly. Workshop Calculations and Science for First Years. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണ്. ഇതിന് തൊട്ടുമുമ്പ് പഠിച്ച സ്പീഡ് ആൻഡ് വെലോസിറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാവരും സ്പീഡ് ആൻഡ് വെലോസിറ്റി കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ആക്സിലറേഷൻ റിട്ടാർഡേഷൻ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കാണേണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. ഇപ്പോൾ ആക്സിലറേഷൻ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഓർ ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ്. അതായത് ആക്സിലറേഷൻ നമ്മൾ നോർമലി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അറിയാവുന്നതാണ്. നമ്മളൊരു വണ്ടിയെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ആക്സിലറേറ്റ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അതായത് എന്താണ് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ആണ് പറയുന്നത്. നമ്മൾ സ്പീഡും അതുപോലെ തന്നെ വെലോസിറ്റി എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു. അതേപോലെ തന്നെ ആക്സിലറേഷൻ പറഞ്ഞാൽ ടൈമിനനുസരിച്ചുള്ള വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇത്ര ടൈമിൽ ഇത്ര വെലോസിറ്റി, ഇത്ര ടൈമിൽ ഇത്ര വെലോസിറ്റി റീച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറി, ആക്സിലറേഷൻ ആയിട്ട് മാറും. അതായത് നമ്മളൊരു വണ്ടിയുടെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുക. ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത്ര ടൈമിനുള്ളിൽ ഇത്രയും വെലോസിറ്റി റീച്ച് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഓർ ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ്. ഒരു യൂണിറ്റ് ടൈമിലെ ചേഞ്ച് ഇൻ വെലോസിറ്റിക്കാണ് നമ്മൾ എന്ന് പറയുന്നത് ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ അതിന്റെ യൂണിറ്റ് നമുക്ക് എടുക്കാം. യൂണിറ്റ് നമ്മൾ എടുക്കുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് വരിക. അതിന് ഒരു ഡയറക്ഷനും അതുപോലെ തന്നെ ഒരു മാഗ്നിറ്റ്യൂഡും ഉള്ളതുകൊണ്ട് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അതേപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും. വെലോസിറ്റി നമ്മൾ ഏത് ഡയറക്ഷനാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഡയറക്ഷൻ തന്നെ ആയിരിക്കും ആക്സിലറേഷന്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എടുക്കാം, ചേഞ്ച് ഇൻ വെലോസിറ്റി എടുക്കാം. പെർ യൂണിറ്റ് ടൈം ആയിരുന്നത് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറി ചേഞ്ച് ആണ് പറയുക. അപ്പോൾ ഒരു പോയിന്റ് ഏതായിരിക്കും ഇനീഷ്യൽ പോയിന്റ്, മറ്റൊരു പോയിന്റ് ഏതായിരിക്കും ഫൈനൽ പോയിന്റ്. അപ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് എടുക്കാൻ നേരത്ത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എടുക്കാം. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ആ ഫൈനൽ വെലോസിറ്റിക്ക് സ്മോൾ ഡെൽറ്റ വി കൊടുക്കാം. അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് സ്മോൾ ഡെൽറ്റ യുവും കൊടുക്കാം. ടൈമിന് ടിയും ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇനി ആക്സിലറേഷൻ്റെ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. ആക്സിലറേഷൻ ഈസ് സീറോ വെൻ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്, ഡയറക്ഷൻ ഈസ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. സ്പീഡ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ കോൺസ്റ്റന്റോ അല്ലെങ്കിൽ വെലോസിറ്റിയോ കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആക്സിലറേഷൻ എന്തായി പോകും, സീറോ ആയി പോകും. അതായത് നമ്മളൊരു കാറ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ആക്സിലറേഷൻ അവിടെ എന്താണ്, സീറോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഡയറക്ഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. കാരണം ഇപ്പം നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്ന സമയത്ത് അവിടെ ഡയറക്ഷന് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല, അവിടെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു സർക്കിൾ ആണെന്നുണ്ടെങ്കിലോ, സർക്കിൾ വരുന്ന കേസിൽ അത് ആ റൗണ്ട് ചുറ്റുന്ന സമയത്ത് അവിടെ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാരണം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ ആക്സിലറേഷന്റെ. ഇഫ് ദി വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. ആക്സിലറേഷന്റെ കേസിൽ ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റിട്ടാർഡേഷന്റെ കേസിൽ ആക്സിലറേഷൻ അനുസരിച്ച് ആക്സിലറേഷൻ എന്താണ് സംഭവിക്കുക, വെലോസിറ്റി എന്താണ് സംഭവിക്കുക, കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് ടൈമിനനുസരിച്ച് വെലോസിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് റിട്ടാർഡേഷനും, അതേപോലെ ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ആണ് പറയുക. അപ്പോൾ റിട്ടാർഡേഷൻ നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇഫ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഡിക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ടൈം then the rate of change of velocity is known as retardation. ഇവിടെയും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്താണ്, ടൈമിനനുസരിച്ച് അവിടെ വെലോസിറ്റി കുറയണം. ഇനി വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും, ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. ഇനി ആ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയെക്കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലാണ് ഫൈനൽ വെലോസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെയും റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, when the final velocity is smaller than the initial velocity then the body is said to be in റിട്ടാർഡേഷൻ ആണ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്ല് നമ്മൾ എടുത്ത് മുകളിലേക്ക് എറിയുമ്പോൾ മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കുക, അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരും, ടൈമിനനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ അതാണ് റിട്ടാർഡേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ റിട്ടാർഡേഷന്റെ അതേപോലെ തന്നെ
ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അത് നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നോക്കാം. നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കണ്ടീഷനാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി നമ്മൾ എപ്പോഴും എടുക്കുന്നത്. എന്ന് പറയുന്നത് എനി ഒബ്ജക്റ്റ് വിച്ച് ഈസ് ഫോളിംഗ് ഫ്രീലി ടുവേർഡ്സ് ദി എർത്ത് സർഫസ് ഹാസ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു ഒബ്ജക്റ്റ് അല്ലെ ഒരു ബോഡി നേരെ എർത്ത് സർഫസിലേക്ക് ഫ്രീലി ആയിട്ട് ഫോളോ ചെയ്യുന്നു. നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ടല്ല, വെറുതെ താഴേക്ക് ഒരു ഒബ്ജക്റ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു അട്രാക്ഷൻ കാരണം, അത് എർത്ത് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ഷൻ കാരണം ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ജി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റർ ജി ആയിട്ട് എടുക്കാം, സ്മോൾ ലെറ്റർ ജി. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയാൻ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് MK സിസ്റ്റത്തിൽ. അതേപോലെ തന്നെ 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ. അത് ഓർത്ത് വെച്ചേക്കുക, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. MK സിസ്റ്റത്തിൽ 9.81ഉം ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ 32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഓർത്തേക്കുക, ഒരു ബോഡി താഴേക്ക് ഫ്രീലി ഫോൾ ചെയ്യുന്നു, അപ്പോഴുണ്ടാകുന്ന ഒരു ആക്സിലറേഷൻ ഉണ്ട്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ആക്സിലറേഷനും റിട്ടാർഡേഷനും കൊണ്ടുള്ള അതേപോലെ അല്ലെങ്കിൽ വെലോസിറ്റി കൊണ്ടുള്ള അല്ലെങ്കിൽ സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയും വെച്ച് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻസ് ഉണ്ട്. ഓക്കെ, 3 ഇക്വേഷൻ ഓഫ് മോഷൻസ് ആണുള്ളത്. ആ ഇക്വേഷൻ ഓഫ് മോഷൻസ് നമുക്ക് പഠിക്കാം. അത് ആക്സിലറേഷനും ഇക്വേഷൻ ഉണ്ട്, റിട്ടാർഡേഷനിലും ഉണ്ട്, അതേപോലെ തന്നെ ബോഡി ഫ്രീലി ഫോൾ ചെയ്യുമ്പോഴുണ്ട്, അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോഴുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അണ്ടർ ആക്സിലറേഷൻ നമുക്ക് നോക്കാം. അതിൽ നമുക്ക് വി എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് എടുക്കാം, അതായത് ഫൈനൽ വെലോസിറ്റി. യു എന്ന് പറയുന്നതും വെലോസിറ്റിനെ ഇനിഷ്യൽ വെലോസിറ്റി. എ എന്ന് പറയുന്ന ആക്സിലറേഷൻ, എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ടി എന്ന് പറയുന്ന ടൈം ആയിട്ട് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ വി ഇസിക്കൽ യു പ്ലസ് എ ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഇസിക്കൽ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നാമത്തെ ഇക്വേഷൻ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസിക്കൽ ടു 2as. അങ്ങനെ 3 ഇക്വേഷൻ ആണുള്ളത്. ഇത് നമുക്കിനി റിട്ടാർഡേഷനിലേക്ക് നോക്കാം. റിട്ടാർഡേഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? അവിടെ ആക്സിലറേഷൻ കുറഞ്ഞാണ് പോകുക. അപ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആയി പോകും ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം? ബി ഇസിക്കൽ ടു യു മൈനസ് എ ടി ആകും, അതായത് പ്ലസ് എ മാറിയിട്ട് മൈനസ് എ ആകും. അതുപോലെ തന്നെ എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ, കാരണം എക്ക് പകരം മൈനസ് എ വരും. അതേപോലെ തന്നെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ മാറിയിട്ട് എന്താവും? യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇസിക്കൽ ടു 2as ആകും. അതാണ് ഇക്വേഷൻസ് വരിക. ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ നമ്മൾ നോക്കുകയാണ് വിചാരിക്കുക. ഇക്വേഷൻ ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കേസ് നമുക്ക് എടുക്കാം. ഒന്ന് ബോഡി ഫ്രീലി താഴേക്ക് വരുന്നത്, അത് ഫോളിംഗ് ഡൗൺ വരുന്നത്. അതേപോലെ തന്നെ ബോഡി മുകളിലേക്ക് പോകുന്നത്, അതായത് മൂവിങ് അപ്വേർഡ്സ് വരുന്നത്. അതായത് താഴേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ, മുകളിലേക്ക് പോകുമ്പോൾ റിട്ടാർഡേഷൻ. അങ്ങനെ താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് എന്തായിട്ട് മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും. താഴേക്ക് വരുമ്പോൾ പോസിറ്റീവും മുകളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ ഈ വി ഇസിക്കൽ ടു യു പ്ലസ് ഡി ടി, അതേപോലെ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസിക്കൽ 2gs ആവും. ഇനി അത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ റിട്ടാർഡേഷൻ വരും. അപ്പോൾ പ്ലസ് ജി എന്തായിട്ട് മാറും? മൈനസ് ജി ആയിട്ട് മാറും. അപ്പോൾ ബി ഇസിക്കൽ ടു വി മൈനസ് യു മൈനസ് ജി ടി, ബി ഇസിക്കൽ ടു യു മൈനസ് ജി ടി. അതേപോലെ എസ് ഇസിക്കൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അതേപോലെ തന്നെ യു സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസിക്കൽ 2gs ആവും. ഇതാണ് അതിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ടോപ്പിക്സുകളായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. താങ്ക് യു.